ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റൻ ആവണം. ആരാണെങ്കിലും ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഒരു ക്യാപ്റ്റൻ ആയിരിക്കണം. താല്പര്യമില്ല ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഞാനിപ്പോൾ സാബുമാനത്ത് ആക്കാൻ കാര്യം വെച്ചാൽ സാബുമാനെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ശരിക്കും സാബു ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ആ ഒരു ചുമതല നമ്മുടെ തലയിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ വരുന്ന ഇഷ്യൂസ് അവൻ മുന്നിട്ട് അവൻ ഇടപെടും. അപ്പോഴേ ഇവന്റെ ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുള്ളൂ. അതിൽ കൂടെ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ എല്ലാവരും ജിഷിൻ്റെ എനിക്ക് ജിഷിൻ്റെ ഇഷ്ടമൊക്കെയാണ്. എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ജിഷിൻ്റെ വന്ന സമയത്ത് ചൊറി എന്നുള്ള പേര് വീണതാണ്. ഇവിടെ തോന്നുന്നത് നല്ല നല്ല സ്നേഹമാണ്, നല്ല ഫുഡ് ഉണ്ടാക്കി തരുന്നത്. ഇപ്പോൾ അതുകൊണ്ടാണ് പുള്ളി എല്ലാവരും വോട്ട് ചെയ്ത് ഇവിടെ എത്തിച്ചത്. പിന്നെ ഒലിച്ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു, ഒലിച്ചേട്ടൻ ഇവിടെ എല്ലാം എന്തെല്ലാം ചുമ്മാ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വെറുതെ ഇന്നലെ പോലെ തക്കാളിയുടെ പ്രശ്നത്തിൽ ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഞാൻ അവിടെ എന്തെങ്കിലും സ്ഥാപിച്ചു ഗ്രൂപ്പ് കളിക്കുന്നുണ്ട്. അതാണ് ഞാൻ ആലോചിച്ചത്. നിങ്ങൾക്ക് ബുദ്ധിയും ഇവരെല്ലാം ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ഓൾറെഡി മറ്റേ ഗെയിമിനെ കാണുക നല്ല അലമ്പാക്കി കൊടുത്തതാണ്. അനീഷന്റെ പേര് പറഞ്ഞു. അനീഷേട്ടൻ പറയുന്നത് ഇവിടെ ആരെങ്കിലും കേൾക്കാറുണ്ടോ? ഇന്നലെ തന്നെ നീ ഇവിടെ ഒന്ന് വിളിച്ചത് നീ പോയോ? ഇല്ല. പാത്രം കഴുകാൻ വിളിച്ചിട്ട് വന്നിട്ടില്ല. ബാക്കിന് വിലയില്ല. പിന്നെ ഇതിനായാലും ക്യാപ്റ്റൻ ആക്കണം എല്ലാവരും കൂടെ. അത് ഇവിടെ കുറച്ച് പേർക്ക് കുറച്ച് ആൾക്കാരാണ് ആയി കഴിഞ്ഞാൽ അറിയുന്ന പോലെ നിൽക്കുന്ന. എടാ അതിലാ രണ്ടുപേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ ആള് ലക്ഷ്മിയുടെ പേരെ പറയുള്ളൂ. കാരണം ലക്ഷ്മിയുടെ സൈഡിൽ കൂടെ ഒതുങ്ങി പോകുന്ന ഒരാളാണ് മസ്താനി ലക്ഷ്മി അല്ലെങ്കിൽ പ്രവീൺ. അപ്പോൾ മസ്താനി ഇറങ്ങിയിട്ട് ഇവിടെ എല്ലാവരും കളിച്ച് ഇടപെടണം. നമുക്കൊന്ന് കാണണം. ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി കൊടുക്കാൻ പറ്റിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. അല്ലെ ഇനി മുതൽ അങ്ങനെ വേണമെങ്കിൽ ചില ആൾക്കാർ മിണ്ടാതെ സൈലന്റ് ആയിട്ട് പോകും. മനസ്സിലായില്ലേ? ചില ആൾക്കാർ ക്യാപ്റ്റനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മനസ്സിലാവും എങ്ങനെയാണ് ആര് കൂടെ നിൽക്കുന്നു, നിൽക്കുന്ന ആളുടെ കൂടെയാണോ ഫേവറേറ്റ്സ് കാണിക്കുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. അതാണ് ക്യാപ്റ്റൻ. ദേഷ്യം, ക്ഷമയുണ്ടോ, നിലപാട് എല്ലാം അറിയാൻ പറ്റും.